നമസ്കാരം. ജയ് ജിനേന്ദ്ര. എല്ലാവർക്കും നമസ്കാരം. നാം കർക്കടക മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളായി കേരളത്തിൽ ഈ കർക്കടക മാസം രാമായണ മാസമായാണ് ആചരിക്കുന്നത്. ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണത്തിൻ്റെ മാധുര്യം കേൾക്കാൻ കഴിയുന്ന പവിത്രമായ മാസമാണ് രാമായണ മാസം. ഭാരതത്തിലുടനീളം, ഭാരതത്തിലെന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ പ്രസിദ്ധമായ ഇതിഹാസ കാവ്യമാണ് രാമായണം. വാൽമീകി എന്ന ആദി കവി എഴുതിയ ആദികാവ്യമായാണ് സംസ്കൃത ഭാഷയിൽ നാം രാമായണത്തെ കണക്കാക്കുന്നത്. രാമായണത്തിന് പല രാജ്യങ്ങളിലായി, പല ഭാഷകളിലായി, പല ദർശനങ്ങളിലായി വിവിധങ്ങളായ രൂപങ്ങൾ വന്നിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തില് വേദവ്യാസ മുനി തന്നെ ശ്രീരാമനെ കുറിച്ച്, ശ്രീരാമകഥയെക്കുറിച്ച് അധ്യാത്മരാമായണം എന്ന പേരിൽ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ ഉത്തര ഭാരതത്തിൽ മുഴുവൻ രാമകഥയെ വ്യാപകമാക്കിയത് ഗോസ്വാമി തുളസീദാസിന്റെ രാമചരിതമാനസ. തുളസി രാമായണം ഇന്നും ഉത്തര ഭാരതത്തിലെ ഗലിഗലികളിൽ, തെരുവുകളിൽ കേൾക്കാൻ സാധിക്കുന്നു. ഏതൊരു പവിത്ര ചടങ്ങിനും രാമചരിതമാനസം വായിക്കുന്ന ചടങ്ങ് ഉത്തരേന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി നിലവിലുണ്ട്. ബംഗാളിലാണെങ്കിൽ, മഹാരാഷ്ട്രയിലാണെങ്കിൽ, തമിഴ്നാട്ടിലാണെങ്കിൽ, കർണാടകയിലാണെങ്കിൽ, ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും എല്ലാ ഭാഷയിലും അവരവരുടെ രാമായണങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ചിലത് വാൽമീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, മറ്റു ചിലത് അധ്യാത്മരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വാൽമീകി രാമായണത്തിൽ രാമനെ ഒരു മര്യാദാ പുരുഷോത്തമനായ, മാനവശ്രേഷ്ഠനായ വ്യക്തിയായാണ് കണക്കാക്കുന്നതെങ്കിൽ അധ്യാത്മരാമായണം വേദവ്യാസൻ എഴുതുമ്പോൾ ശ്രീരാമനെ ദൈവമായി, ദൈവീകമായി, മഹാവിഷ്ണുവിന്റെ അവതാരമായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി ഭഗവാന്റെ സ്ഥാനത്ത് കണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധ്യാത്മരാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണം എഴുതിയപ്പോൾ അതേ രീതിയിൽ ഒരു ദൈവിക കാഴ്ചപ്പാടോടുകൂടി രാമനെ ഒരു ഭഗവാനായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. തമിഴിലാണെങ്കിൽ കമ്പരാമായണവും, ബാംഗ്ലാ ഭാഷയിലാണെങ്കിൽ കൃതിവാസി രാമായണവും വളരെയേറെ പ്രസിദ്ധമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ തായ്ലൻഡ്, സിംഗപ്പൂര്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ രാമായണം പ്രസിദ്ധമാണ്. തായ്ലാൻഡിലെ രാംകീൻ എന്നറിയപ്പെടുന്ന രാമായണം വിശ്വപ്രസിദ്ധമാണല്ലോ. ഇതുകൂടാതെ മലബാറിലുള്ള മാപ്പിള രാമായണവും വളരെ വിചിത്രമാണ്. ബൗദ്ധ വിഭാഗത്തിനിടയിൽ, ബുദ്ധന്മാർക്കിടയിൽ ദശരഥ ജാതകം എന്ന പേരിൽ ഒരു രാമായണം നിലവിലുണ്ട്. ഇതിൽ രാവണനോ അല്ലെങ്കിൽ ലങ്കയിലേക്കുള്ള യാത്രയോ ഒന്നും കാണുന്നില്ല. ദശരഥനെയും ശ്രീരാമനെയും കേന്ദ്രമാക്കിക്കൊണ്ട് ബൗദ്ധ ദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദശരഥ ജാതകം ഉദ്ദേശിക്കുന്നത്. ഇവയെ കൂടാതെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ജൈന രാമായണത്തെ കുറിച്ചാണ്. ജൈന രാമായണം മറ്റൊരു തലത്തിലാണ് ശ്രീരാമകഥയെ അവതരിപ്പിക്കുന്നത്. തികച്ചും യുക്തിഭദ്രമായ രീതിയിൽ അനാവശ്യമായ വർണ്ണനയോ
വലിയ അത്ഭുതങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഉള്ള കഥയെ വർണ്ണിച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് വളരെ യുക്തിഭദ്രമായിട്ടാണ്, അഹിംസയെ മുൻനിർത്തിക്കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പൊതുവെ കണക്കാക്കുന്നത് BC 4-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജൈന മുനിയായിരുന്ന വിമലസൂരി ആചാര്യനാണ് ആദ്യ ജൈന രാമായണം രചിച്ചത് എന്നാണ്. അദ്ദേഹത്താൽ വിരചിതമായ പ്രാകൃത ഭാഷയിലുള്ള പൗം ചെരിവു എന്ന കൃതിയാണ് ആദ്യ ജൈന രാമായണം എന്ന് കരുതപ്പെടുന്നു. അതേസമയം ത്രേതായുഗം മുതൽ തന്നെ ഈ ജൈന രാമായണ കഥകൾ വായ്മൊഴിയായി പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കൃത്യമായ ചട്ടക്കൂടിലേക്ക് മാറ്റിയതാണ് വിമലസൂരി ആചാര്യർ ചെയ്തത് എന്നും പറയുന്നു. കാരണം 20ാമത്തെ തീർത്ഥങ്കരനായ ശ്രീ 1008 മുനിസുബ്രതനാഥ ഭഗവാന്റെ കാലഘട്ടത്തിലാണ്, സമകാലികനായിട്ടാണ് ശ്രീരാമൻ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ സമാവസരണവും ഒക്കെ നടന്നതായി രേഖകളിൽ കാണും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ ജൈന ദർശനത്തിൽ രാമായണത്തിന്റെ സ്വാധീനം ഉണ്ടായിരിക്കാം. എന്നാൽ ഇതിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു കാവ്യരൂപത്തിലാക്കിയത് പൗം ചെരിവിലൂടെ വിമലസേന സൂരി ആചാര്യരാണെന്ന് കരുതാം. ആദ്യകാല ജൈന ദർശന ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടത് പ്രാകൃത ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൗം ചെരിവു എന്ന കൃതിയും എഴുതപ്പെട്ടത് പ്രാകൃത ഭാഷയിലാണ്. പൗം ചെരിവു എന്നതിൻ്റെ അർത്ഥം പത്മചരിതം എന്നാണ്. ജൈന രാമായണത്തിൽ രാമനെ പത്മൻ എന്നാണ് വിളിക്കുന്നത്. രാമന്റെ ചരിതം അതാണ് പത്മന്റെ ചരിതം, അതാണ് പത്മചരിതം എന്നറിയപ്പെടുന്നത്. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് ഇത് അവതരിപ്പിക്കപ്പെട്ടു. AD 7-ാം നൂറ്റാണ്ടിലാണ് സംസ്കൃത ഭാഷയിലേക്ക് പത്മപുരാണം എന്ന പേരിൽ 108 രവിശേനാചാര്യൻ എന്ന മഹാമുനി ഇത് എഴുതുന്നത്. പത്മപുരാണം അഥവാ ജൈന രാമായണം എന്ന പേരിലാണ് അന്ന് ഈ രചന പുറത്തേക്ക് വന്നത്. അതിനുശേഷം നിരവധി പേർ ഇതിന് ടീക്ക അഥവാ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഹേമചന്ദ്ര സൂരി സ്വാമി വളരെ മനോഹരമായി ഇതിന് ടീക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കന്നഡ ഭാഷയിൽ ശ്രീരാമചന്ദ്ര വിജയം എന്ന പേരിൽ ജൈന രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതും വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ വൈവിധ്യങ്ങളായ രാമായണത്തിൽ വളരെ ശ്രേഷ്ഠമായ പതിപ്പായി നൂറ്റാണ്ടുകളായി പ്രശോഭിക്കുന്ന ഒരു രത്നമാണ് ജൈന രാമായണം അഥവാ പത്മപുരാണം. ഈ രാമായണത്തിൻ്റെ പുണ്യമാസമായ കർക്കടക മാസത്തിൽ 14-15 അധ്യായങ്ങളിലായി ജൈന രാമായണത്തിലെ രാമകഥ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എപ്രകാരമാണ് വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ നിന്ന് ജൈന രാമായണം വ്യത്യസ്തമായിരിക്കുന്നത്? എപ്രകാരമാണ് അഹിംസ പരമോധർമ്മ എന്ന ജൈന ദർശനം അതിമനോഹരമായി രാമകഥയിലൂടെ
അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ നാം വരുന്ന 10-15 ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി കേൾക്കാൻ പോവുകയാണ്, ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായി ചില കാര്യങ്ങൾ പ്രേക്ഷകര് മനസ്സിലാക്കാനുണ്ട്. ഈ ചില ജൈന ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഈ രാമകഥ, ജൈന രാമായണം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജൈന ദർശനത്തിൽ 63 ശലാകാ പുരുഷന്മാർ എന്നൊരു ആശയമുണ്ട്. ഓരോ കാലചക്രത്തിലും പിറവിയെടുക്കുന്ന മഹാന്മാരായ 63 മഹാപുരുഷന്മാരെയാണ് ശലാകാ പുരുഷന്മാർ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഓരോ കാലചക്രത്തിലെയും 24 തീർത്ഥങ്കരന്മാർ, 12 ചക്രവർത്തിമാർ, 9 ബലദേവന്മാർ, 9 നാരായണന്മാർ അല്ലെങ്കിൽ വാസുദേവന്മാർ, 9 പ്രതിനാരായണന്മാർ അല്ലെങ്കിൽ 9 പ്രതിവാസുദേവന്മാർ, ഇങ്ങനെ 63 പേരാണ് ശലാകാ പുരുഷന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഋഷഭദേവൻ മുതൽ വർദ്ധമാന മഹാവീരൻ വരെയുള്ള 24 തീർത്ഥങ്കരന്മാരെന്ന പുണ്യ ആത്മാക്കൾ, കൈവല്യം നേടിയവർ, കേവലജ്ഞാനം നേടി മഹാനിർവാണം പ്രാപിച്ച ആ മഹത് തീർത്ഥങ്കര ഭഗവാന്മാർ, പിന്നെ ഭരതൻ മുതൽ ബ്രഹ്മദത്തൻ വരെയുള്ള 12 ചക്രവർത്തിമാർ, വിജയൻ മുതൽ ബലരാമൻ വരെയുള്ള 9 ബലദേവന്മാർ, ത്രിപൃഷ്ഠൻ മുതൽ ശ്രീകൃഷ്ണൻ വരെയുള്ള 9 നാരായണന്മാർ അല്ലെങ്കിൽ വാസുദേവന്മാർ, അതുപോലെ അശ്വഗ്രീവൻ മുതൽ ജരാസന്ധൻ വരെയുള്ള 9 പ്രതിനാരായണന്മാർ അല്ലെങ്കിൽ പ്രതിവാസുദേവന്മാർ. ഇവരാണ് ശലാകാ പുരുഷന്മാർ എന്നറിയപ്പെടുന്നത്. ഇവർ പരസ്പരം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ബലദേവന്മാർ എപ്പോഴും നാരായണന്റെ അല്ലെങ്കിൽ വാസുദേവന്റെ സന്തത സഹചാരികളാണ്. അവർ എപ്പോഴും നാരായണനെ സഹായിക്കുന്നവരായിരിക്കും. നാരായണനെ എതിർക്കുന്ന അല്ലെങ്കിൽ വാസുദേവനെ എതിർക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും ആ കാലഘട്ടത്തിലെ പ്രതിവാസുദേവൻ അല്ലെങ്കിൽ പ്രതിനാരായണൻ. അങ്ങനെ നമുക്കെല്ലാം അറിയുന്ന കൃഷ്ണകഥയില്, ആ കൃഷ്ണകഥയുടെ കാലത്ത് നേമിനാഥ ഭഗവാന്റെ കാലഘട്ടത്തില് നോക്കുകയാണെങ്കിൽ, ഇതാദ്യം പറയുന്നത് അത് എളുപ്പത്തിൽ നമുക്ക് അറിയുന്ന കഥയായതുകൊണ്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരായണനാണ്. അതേസമയം പ്രതിനാരായണൻ ജരാസന്ധനാണ്. ബലരാമൻ ബലദേവനുമാണ്. അപ്പൊ ശ്രീകൃഷ്ണനെ സഹായിക്കുന്ന ബലദേവൻ, അധർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള പ്രതിനാരായണൻ, ജരാസന്ധൻ, ആ ഏത് കാലചക്രത്തിലും 9 വസുദേവന്മാരായിരിക്കും 9 പ്രതിവാസുദേവന്മാരെയും കൊല്ലുന്നത്. അതേസമയം ബലദേവർക്ക് ഈ ഹിംസ പാപം ഉണ്ടാവില്ല. ശ്രീകൃഷ്ണന് ജരാസന്ധനെ വധിച്ചതിലൂടെ ഹിംസ എന്ന പാപം ഉണ്ടാവുകയാണ്. അതേസമയം ജൈന രാമായണം അനുസരിച്ച് പ്രതിനാരായണനായ രാവണനെ വധിക്കുന്നത് ശ്രീരാമനല്ല, പകരം ആ കാലഘട്ടത്തിലെ നാരായണനായ ലക്ഷ്മണനാണ്. ശ്രീരാമൻ ബലദേവനായാണ്
ജൈനരാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിംസയുടെ കറയേൽക്കാത്ത മഹാ ആത്മാവായ കേവലിയായ ശ്രീരാമചന്ദ്രനെയാണ് രാമകഥയായ ജൈനരാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രാമചന്ദ്രൻ അവസാനം ശ്രീരാമ കേവലി എന്നാണ് അറിയപ്പെടുന്നത്. ആ കേവലജ്ഞാനം സിദ്ധിക്കുന്ന മഹാവ്യക്തിത്വമായാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ രാമായണ കഥയിലെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ലങ്കയിൽ താമസിക്കുന്ന രാക്ഷസന്മാരെ മാംസം തിന്നുന്ന, രക്തം കുടിക്കുന്ന ഭീകര ജീവികളായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. വാനരന്മാരെയും ലങ്കാവാസികളായ രാവണൻ ഉൾപ്പെടെയുള്ള ആളുകളെയും വിദ്യാധരന്മാർ എന്ന വിഭാഗത്തിലാണ് ജൈനരാമായണം അവതരിപ്പിക്കുന്നത്. വിദ്യ ധരിച്ച ആളുകൾ എന്നാണ് വിദ്യാധരൻ എന്നതിന്റെ അർത്ഥം. അവർക്ക് ഈ പലതരത്തിലുള്ള സിദ്ധികളും വിദ്യകളും ഉണ്ടായിരുന്നു. അണിമ, ലഘുത്വം പോലെയുള്ള ധാരാളം സിദ്ധികൾ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള ആകാശഗമനം പോലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സാധിക്കുമായിരുന്നു അത്രേ. അതുകൊണ്ടാണ് വിദ്യാധരന്മാർ എന്നറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇവരെ രാക്ഷസന്മാർ എന്ന് വിളിച്ചതെന്നറിയാമോ? അവരുടെ കൊടിയില് ഒരു രാക്ഷസന്റെ ചിത്രമായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഈ വിദ്യാധര വംശത്തെ രാക്ഷസ വംശം എന്ന് വിളിച്ചത്, അല്ലാതെ ഭീമാകാരനായ രക്തം കുടിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല. അതേപോലെ ഹനുമാൻ കാമദേവന്റെ പ്രതിരൂപമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ധാരാളം വിവാഹം കഴിച്ചിട്ടുള്ള ഹനുമാൻ ഒരു ബ്രഹ്മചാരിയായിട്ടല്ല ഇതിലുള്ളത്. അതുപോലെ വാൽമീകി രാമായണത്തിലെ പോലെ വാലുള്ള, കുരങ്ങന്റെ മുഖമുള്ള വാനരന്മാരായിട്ടല്ല ജൈനരാമായണം വാനരസേനയെ അവതരിപ്പിക്കുന്നത്. അവർ അതിശക്തിശാലികളായ വാനര എന്നു പേരുള്ള ഒരു പ്രത്യേക രാജവംശത്തിലെ ആളുകളായിരുന്നു. അവരുടെ കൊടിയുടെ പതാകയുടെ ചിഹ്നം ഒരു വാനരനായിരുന്നു. അതുകൊണ്ടാണ് അവരെ വാനര വംശം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വാനര വംശത്തെയും വളരെ യുക്തിഭദ്രമായി മനുഷ്യരൂപത്തിൽ തന്നെ അവരുടെ രാജവംശത്തിന്റെ പേരായാണ് സത്യത്തിൽ ജൈനരാമായണം അവതരിപ്പിക്കുന്നത്. ജൈനരാമായണത്തിൽ ശൂർപ്പണഖ ചന്ദ്രനഖ എന്ന സുന്ദരിയാണ്. രാവണനാവട്ടെ ഒരു തികഞ്ഞ ജൈന വിശ്വാസിയും. ജൈന തത്വങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അദ്ദേഹത്തിന് പറ്റിയ ഏക പാളിച്ച കാമമാണ്. സീത എന്ന സുന്ദരിയിൽ അദ്ദേഹത്തിനുണ്ടായ കാമമാണ് അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയത്, വലിയ തകർച്ചയുണ്ടാക്കിയത്. ഒരു കാമമെന്ന തെറ്റുപോലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ജൈനരാമായണം. അങ്ങനെ വാൽമീകി രാമായണത്തിലുള്ള കഥയ്ക്ക് സമാനമാണെങ്കിൽ പോലും അതിന് വ്യത്യസ്ത തലത്തിൽ വളരെ യുക്തിഭദ്രമായാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നാം ഈ ജൈന രാമായണത്തിലെ പത്മപുരാണത്തിലെ പത്മന്റെ ചരിതത്തിലെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ കഥകൾ വിശദമായി പറയുകയാണ്. ആദ്യമായി വംശാവലിയുടെ വർണ്ണനയാണ്. ദശാനനന്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് ആദ്യം വർണ്ണിക്കുന്നത്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായത്, എന്നാൽ യഥാർത്ഥ ചരിത്രത്തോട് കെട്ടുപിണഞ്ഞു നിൽക്കുന്ന, കൂടിച്ചേരുന്ന, അതുമായി യോജിച്ചു പോകുന്ന ശ്രീരാമചരിതം
എത്ര മനോഹരമായാണ് വിമല സൂരി സ്വാമികൾ ആചാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാവും. എല്ലാവർക്കും ജൈനരാമായണം എന്ന ഈ മഹത്തായ കാവ്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതിലൂടെ ജൈന ദർശനത്തിൻ്റെ അഹിംസ എന്ന മഹത്തായ ദർശനം എല്ലാവരിലേക്കും എത്തട്ടെ. അതിനുള്ള അനുഗ്രഹം ജിനദേവൻ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ജയ ജിനേന്ദ്ര.